ഇന്ന് റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെന്നപ്പോഴാണ് ഷെഫ് ഇബ്രാഹിം ഒരു സ്പെഷ്യൽ ബിരിയാണി സ്റ്റാഫിന് ഉണ്ടാക്കുന്നുണ്ട്. എന്നാ പിന്നെ നിങ്ങളും കൂടെ കണ്ടോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആദ്യം പുള്ളി കുറച്ച് ഓയിലിലേക്ക് കുറച്ച് ഓയിൽ സ്പൈസസ് ഒക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച നല്ല ഓണിയൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നല്ല ബ്രൗൺ ആയിട്ട് വരുമ്പോൾ എന്താക്കി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അത് ഇങ്ങനെ മൂത്ത് നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോൾ എന്ത് ചെയ്തു, കുറച്ച് ചില്ലി പേസ്റ്റ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചതാണ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ്, ടൊമാറ്റോ നമ്മൾ മിക്സിയിലിട്ട് ചെറുതായിട്ട് കൃഷി ചെയ്തെടുത്താണ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ പരിപാടി പകുതിയായി. പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. കുറച്ച് ലെമൺ ജ്യൂസും സാൾട്ടും പെപ്പറും ഒക്കെ ഇട്ടിട്ട് സാൾട്ട് പെപ്പർ ഇല്ല, സാൾട്ടും ലെമൺ ജ്യൂസും ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ അതിൽ കുറച്ച് ദഹിയും കൂടെ നമ്മുടെ തൈര് മോര് അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാല് പരിപാടി ഏകദേശം പരിപാടി കഴിഞ്ഞു. അപ്പൊ നമ്മളൊരു 70 to 80% കുക്ക് ആകുമ്പോഴത്തേക്ക് കുറച്ച് ഗരം മസാലയും ജീര പൗഡറും കൂടി ഇട്ടിട്ട് ആ പരിപാടി അവിടെ ക്ലോസ് ചെയ്ത് ഒരു ഫിനിഷിംഗ് ടച്ച് ആയിട്ട് കുറച്ച് മിന്റും കൂടെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ലെമൺ ജ്യൂസ് എന്തായാലും വേണം, നല്ല അതിന്റെ റെസിപ്പിയിലുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് വെള്ളം അവിടെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച റൈസ് ആഡ് ചെയ്തെടുക്കാം. വെള്ളത്തിൽ നമ്മൾ കുറച്ച് ക്യൂറ വാട്ടറും പിന്നെ ഇതിന്റെ ലിപ്സ് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 70-80% റൈസ് കുക്കായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ചിക്കൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കന് മുകളിലേക്ക് നമ്മൾ ലെയറായിട്ട് ആഡ് ചെയ്യും. അതിൽ കുറച്ച് എന്താ പറയാ ഫ്രൈഡ് ഓണിയനും മിന്റും കൊറ വാട്ടറും പിന്നെ കുറച്ച് സാഫ്രൺ വാട്ടറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെയർ റെഡി. പിന്നെ നമ്മൾ അടുത്ത ലെയറായിട്ട് വീണ്ടും നമ്മൾ അതിന് മുകളിലേക്ക് എന്ത് ചെയ്യും, റൈസ് ആഡ് ചെയ്ത് കൊടുക്കും. റൈസ് ആഡ് ചെയ്ത് അടുത്ത ലെയറും കൂടെ കഴിയുമ്പോൾ സെയിം പരിപാടി, മിന്റ്, ഫ്രൈഡ് ഓണിയൻ, അതിന്റെ മുകളിൽ കൂടെ കുറച്ച് ക്യൂറ വാട്ടർ, സാഫ്രോൺ വാട്ടർ, പിന്നെ കുറച്ച് ഗീം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇപ്പൊ സമയമാണ് ദമ്മിടേണ്ടത്. ദമ്മിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സിലഫ്രോയിലും കൊണ്ട് ദമ്മിടുന്നത്. അപ്പൊ നമ്മൾ ദമ്മൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ട് സ്ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നല്ല കട കുക്ക് ചെയ്യാം. അതങ്ങ് ദമ്മങ്ങ് പൊട്ടിക്കുമ്പോൾ മണം ഉണ്ട് എന്റെ മോനെ.